Hello. Welcome to Market Discussion of the Day. Today, April 8, 2026. വെനസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സ് പഠിപ്പിച്ച് തരുന്ന ഒരു കംപ്ലീറ്റ് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്ക് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും. സോ ക്ലാസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. അതിൻ്റെ കൂടെ എനിക്ക് റിക്വസ്റ്റ് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും അയച്ചു കൊടുക്കുക. ഓക്കെ, കൂടുതൽ ആൾക്കാരിലോട്ട് ഈ ഒരു ക്ലാസ്സിൻ്റെ എന്താ പറയുക, ഈ ഒരു ഫ്രീ കോഴ്സിൻ്റെ കാര്യവും പറയുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. ഭയങ്കര വലിയൊരു ഫണ്ടമെൻ്റൽസ് ആയിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. ഇന്നലെ വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഇന്നലെ നമ്മളുടെ ട്രംപണ്ണൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ. സോ അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. സോ ഞാൻ ജസ്റ്റ് ട്രംപണ്ണൻ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങളടുത്ത് പറയാം. പക്ഷേ അത് ഒരു സീസ് ഫയറിലോട്ട് അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ടൊരു വെടിനിർത്തൽ കാര്യത്തിലോട്ട് അത് പോവുകയും ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ബേസിക്കലി നമ്മുടെ ട്രംപണ്ണൻ പറഞ്ഞ കാര്യം ഓക്കെ, Thursday night, an American F-15 fighter jet went down deep inside enemy territory in Iran while participating in Operation Epic Fury, where we're doing unbelievably well at a level that nobody's ever seen before. The entire country can be taken out in one night. We have a plan, because of the power of our military, where every bridge in Iran will be decimated by 12 o'clock tomorrow night, where every power plant in Iran will be out of business, burning, exploding, and never to be used again. I mean, complete demolition by 12 o'clock. സോ അതായത് ഇറാനെ മൊത്തത്തിൽ തകർക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇന്നലെ മെനഞ്ഞാന്ന് April 6 പറഞ്ഞത്. ഓക്കെ, സോ അതിൻ്റെ സമയം കൊടുത്തിരുന്നത് 8 PM ഈസ്റ്റേൺ ടൈം ആയിരുന്നു. അതായത് ഇന്ന് രാവിലെ ഒരു 4 മണിക്കൂർ മുന്നേ 5:30 മണിക്കായിരുന്നു ഈ ഒരു സംഭവം നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ ആ ഒരു സംഭവം നടന്നില്ല. ഒരു ലാസ്റ്റ് മിനിറ്റ് പോസ് അവിടെ ഉണ്ടായി നമ്മുടെ ഭാഗ്യത്തിന്. ഓക്കെ, എന്തായാലും ട്രംപ് അനൗൺസ്ഡ് ഹി വുഡ് സസ്പെൻഡ് ദ അറ്റാക്ക് ഫോർ 2 weeks. 2 weeksലോട്ട് ഒരു സീസ് ഫയർ ഉണ്ടായി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ഡീലിന് മീഡിയേറ്ററായിട്ട് നിന്നത് പാകിസ്ഥാനാണ്. ഓക്കെ, സോ അവിടെ ഒരു സീസ് ഫയർ എഗ്രി ആയിട്ടുണ്ട്. സോ ഇറാൻ എഗ്രി ടു അലോ സേഫ് പാസേജ് ത്രൂ ദ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് ഫോർ ദീസ് 2 weeks. ഈ ഒരു 2 വീക്കിലോട്ട് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ കൂടെ എന്താ പറയുക, കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇറാൻ എഗ്രി ചെയ്യുകയും ചെയ്തു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം കൂടെയാണ്. ഓക്കെ, സോ ബേസിക്കലി US അതിലൂടെ എഗ്രി ചെയ്തു, ബോംബിംഗ് ഹോൾഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം US എഗ്രി ചെയ്തു. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടില്ല. സോ ബേസിക്കലി എന്താ പറയുക, സോ നെഗോസിയേഷൻ ഇസ്ലാമാബാദിൽ April 10 നടക്കുന്നതായിരിക്കും. സോ മാർക്കറ്റ് ഈ ഒരു കാര്യത്തിനെ വെച്ചിട്ട് അടുത്ത മൂവ്മെൻറ്റ് എന്താ പറയുക April 10 ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് രാവിലെ മാർക്കറ്റ് ഇന്ത്യൻ ടൈമിംഗ് 4:30 മണിക്കുള്ള ക്യാൻഡിൽ, 3:30 മണിക്കുള്ള ക്യാൻഡിലാണിത്. ഓക്കെ, ഇന്ത്യൻ ടൈമിംഗ് 3:30 മണിക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് ഒരു ജമ്പ് അപ്പ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിത് ട്രേഡിംഗ് വ്യൂ ആണ് കേട്ടോ. ട്രേഡിംഗ് വ്യൂ ആയതുകൊണ്ടിട്ടാണ് നമുക്ക് സമയം പ്രോപ്പറായിട്ട് കാണിക്കുന്നത്. കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ കാണാനായിട്ടാണ് ഞാനിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ കാണിച്ചത്. ഓക്കെ, സോ ബേസിക്കലി 5:30 മണിക്കുള്ള ക്യാൻഡിൽ നേരെ ഓൾമോസ്റ്റ് 4700 to 4816, ഓൾമോസ്റ്റ് ഒരു 1200 പിപ്പോളം രാവിലെ 3:30 സ്റ്റാർട്ടിങ് ക്യാൻഡിൽ പോയി. ഓക്കെ, 4:30 ക്യാൻഡിലാണ്. പക്ഷേ ബിക്കോസ് ഇത് പോകാനായിട്ടുള്ള റീസൺ വാർ നെക്സ്റ്റ് ലെവലിൽ പോകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നു. ഓക്കെ, പക്ഷേ അതിനുശേഷം ഈ ഒരു ഡിസിഷൻ വന്നതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. ഓക്കെ, ഇവിടെ വാർ ഒരു പീസ് ഡീലിലോട്ട് വന്നു എന്ന് അറിഞ്ഞപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, സോ അതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതും. ഓക്കെ, സോ ബേസിക്കലി
ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ അപ്പോൾ ഒരു സ്റ്റേബിൾ സിറ്റുവേഷനിലാണ് നമ്മളുടെ ഗോൾഡിൻ്റെ മാർക്കറ്റ് നിൽക്കുന്നത്. ഇത് നമ്മളുടെ യൂറോ USD, GBP USD, അതേപോലെ USD JPY എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ പൗണ്ട് ഒരു എന്താ പറയുക, വീക്കായിട്ട് നിൽക്കുകയായിരുന്നു. നമുക്കറിയാം 1.3200 പൗണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ GBP USD നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് 1.3200 ഒക്കെ അടുത്ത് മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഞാൻ വാങ്ങാനായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ബേസിക്കലി ഈ ഒരു ഇത് വന്നതിന് ശേഷം ആൾക്കാർ GBPയിൽ നിന്ന് പൈസ എടുത്തിട്ട് US ഡോളറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു 2 വീക്സ് സീസ് അനൗൺസ്മെൻറ്റ് കാരണം ആ ഒരു ഭീതി മാറുകയും ട്രേഡേഴ്സ് അവരുടെ US ഡോളർ കൊടുത്ത് വീണ്ടും പൗണ്ട് വാങ്ങുകയും പൗണ്ട് 1.3200 നിന്ന് 1.3400 അടുത്തൊക്കെ വന്ന് നിൽക്കുന്നു ഇപ്പോൾ. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തുറന്നപ്പോൾ തന്നെ ഓയിൽ എന്ത് സംഭവിച്ചു, ഓയിലിൻ്റെ പ്രൈസ് കുറയുകയും ചെയ്തു കേട്ടോ. ഇതെല്ലാം നമ്മൾ കുറച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് ആക്ച്വലി നല്ല രീതിയിൽ കണ്ട ഒരു 117 പോയിക്കൊണ്ടിരുന്നതാണ് ഇന്നലെ. ഓക്കെ, 117 നിന്ന് ഇന്ന് ഓൾമോസ്റ്റ് $90 വരെയൊക്കെ മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 95.92 മാർക്കറ്റ് നിൽക്കുന്നു. ഓക്കെ, സോ ഇത് വളരെ നല്ലൊരു കാര്യം കൂടെയാണ്. അതിലൂടെ ആക്ച്വലി യൂറോ എന്ന് പറയുന്ന കറൻസിയും അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലോട്ട് പോവുകയും ചെയ്തു. ഈ ഒരു സീസ് ഫയർ വരികയും നമ്മളുടെ ഓയിലിൻ്റെ പ്രൈസ് കുറയുകയും ചെയ്യുന്നതിലൂടെ ആ ഭീതിയും പോയി. ആക്ച്വലി US ഡോളറിൻ്റെ വാല്യൂ കുറഞ്ഞു, യൂറോയും GBP ഒക്കെ മുകളിലോട്ട് പോയി. ഓക്കെ, അതുമാത്രമല്ല യൂറോയെ സംബന്ധിച്ചിടത്തോളം GBP സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് കുറഞ്ഞതും ആ കറൻസി കുറച്ചുകൂടെ പവർഫുൾ ആവാനായിട്ട് സഹായിക്കുകയും ചെയ്തു. ഓക്കെ, നേരെ USD JPY എടുത്തു കഴിഞ്ഞാൽ USDയുടെ സ്ട്രെങ്ത് കുറഞ്ഞതിനനുസരിച്ച് USD JPY എന്ന് പറയുന്ന കറൻസി താഴോട്ട് പോവുകയാണ് ഉണ്ടായത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, കാരണം ഇവിടെ USD എന്ന് പറയുന്ന ജാപ്പനീസ് യെൻ ആക്ച്വലി സ്ട്രെങ്തനായി. ഓക്കെ, പക്ഷേ ഇവിടെ ബേസ് കറൻസി USD ആയതുകൊണ്ടിട്ട് തന്നെ USD JPY താഴോട്ട് പോവുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളോട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്കിന്ന് GBP ഇന്ന് 11:30 മണിക്ക് ന്യൂസുണ്ട്, GBP ഇന്ന് 2 മണിക്ക് ന്യൂസുണ്ട്, 2 മണിക്ക് 2 ന്യൂസുണ്ട്. സോ യൂറോയിൽ നിന്ന് ന്യൂസുണ്ട്, 11:30 മണിക്ക് യൂറോയിൽ നിന്ന് ന്യൂസുണ്ട്, യൂറോയിൽ നിന്ന് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസുണ്ട്. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണണം കേട്ടോ. സോ GBP നിന്നും യൂറോയിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും മാറി നിൽക്കേണ്ട അത്രയും സീരിയസ് ആയിട്ടുള്ള ന്യൂസൊന്നുമല്ല. പക്ഷേ എന്നാലും നിങ്ങൾക്ക് റേഞ്ച് അനുസരിച്ച് ട്രേഡ് ചെയ്യാം. പക്ഷേ ഇന്ന് ഭയങ്കരമായ മൂവ്മെൻറ്റ് ഇത് രണ്ടും ഓടിയുണ്ട്. സാധാരണ നോർമൽ ഡേയ്സിൻ്റെ ഒരു ട്രിപ്പിൾ എന്താണ് ഈ കറൻസീസ് എല്ലാം ഓടിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം. ഓക്കെ, ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് ഓൾറെഡി 1500 പിപ്പ് മൂവ്മെൻറ്റ് ഉണ്ട്. സോ ബേസിക്കലി ഇന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സേഫ് ആയിട്ടുള്ളൊരു ദിവസമല്ല ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, പക്ഷേ എന്നാലും ഞാൻ റേഞ്ച് പറഞ്ഞു പോകാം, ജസ്റ്റ് ഓപ്പർച്യൂണിറ്റീസും പറഞ്ഞു പോകാം. ഓക്കെ, സേഫായിട്ടുള്ള എൻട്രികൾ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി എടുത്തു പോവുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ എൻ്റെ നിങ്ങളുടെ അടുത്തുള്ള പറയാനായിട്ടുള്ള കാര്യം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും. ഞാൻ മോസ്റ്റ് ഓഫ് ദ കേസിൽ മാറി നിൽക്കും. പക്ഷേ എനിക്ക് ഒരു 100% ഓപ്പർച്യൂണിറ്റിയൊക്കെ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഞാൻ ട്രേഡ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി ഇന്ന് നമ്മളുടെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. FOMC മെമ്പറിൻ്റെ സ്പീച്ച് ഉണ്ട്, FOMC മിനിറ്റ് ഉണ്ട് കേട്ടോ, രാത്രി 11:30. സോ അതുകൊണ്ടിട്ട് തന്നെ രാത്രിയിൽ നമ്മൾ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ ടെക്നിക്കൽ റേഞ്ചിലോട്ട് വരാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. XAUUSD നമുക്ക് ഗോൾഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഒരു വെറൈറ്റിക്ക്. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സോ എല്ലാ റെഗുലേഷൻസും ഉള്ളൊരു ബ്രോക്കറാണ്. നമുക്ക് UAE ബേസ് ചെയ്തിട്ടുള്ള എന്താ പറയുക സ്കാഡ് റെഗുലേഷൻ ആയിരുന്നു, ഇപ്പോൾ CMAയുടെ റെഗുലേഷനാണ്. ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCയുടെ റെഗുലേഷൻ, മേജർ 3 റെഗുലേഷൻ ഉള്ളൊരു ബ്രോക്കറാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക ഒരുപാട്
ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ $100,000 വരെ ലോയിഡ്സ് ബാങ്ക് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കമ്പനി പ്രൊഫൈലിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും കേട്ടോ. ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂസ് ഒരു സംഭവം കയറി വരികയാണ്. ഓക്കെ, സോ നിങ്ങൾ കമ്പനി പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, $100,000 ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റെഗുലേഷൻ നോക്കാവുന്നതാണ്. സ്പോൺസർഷിപ്പുകൾ, ഓക്കെ, UAE ടീമിനെ സ്പോൺസർ ചെയ്തു ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ. അതേപോലെ NPAയുടെ സ്പോൺസേഴ്സാണ്. ഇതെല്ലാം നിങ്ങൾക്ക് സ്പോൺസർഷിപ്പിൽ കയറി നോക്കാൻ പറ്റും. അതേപോലെ തന്നെ അവരുടെ ഡെപ്പോസിറ്റ് ബോണസ്, ആദ്യത്തെ 50% ബോണസ്, ഓക്കെ, ആദ്യത്തെ ഡെപ്പോസിറ്റിൻ്റെ 50% ബോണസും ടോട്ടൽ എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസും കമ്പനി തരുന്നതായിരിക്കും. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ ഡെപ്പോസിറ്റിന് 100% ബോണസും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് 20% ബോണസുമാണ് കമ്പനി തരുന്നത്. സോ നിങ്ങൾക്ക് സ്റ്റാർട്ടേറ്ററിൽ അക്കൗണ്ട് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ത്രൂ ചെയ്യുക. എടുത്ത് പറയാനായിട്ടുള്ളത് UAE ക്ലയൻസിന് പ്രത്യേക ലിങ്കാണ് എന്നുള്ളൊരു കാര്യമാണ്. സോ അത് നോക്കി തന്നെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഞാനൊരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ ആക്ച്വലി ഗോൾഡിലോട്ട് പോകാൻ XAUSD 4803 നിൽക്കുന്നു. സോ ഇന്നത്തെ റേഞ്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ന്യൂട്രൽ ബുള്ളിഷ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളിങ് ബാക്ക് ഫ്രം ഹൈയിൽ നിന്ന് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ആണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇന്നൊരു വൈഡ് റേഞ്ചാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇന്ന് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നത് അത്ര സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ എന്നാലും നമുക്ക് റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് എടുക്കാം. സേഫ് ആയിട്ടുള്ള എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് പോവുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, സോ 4645 to 4881 ആണ് ഇന്നത്തെ ഒരു റേഞ്ച് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, 4645 to 4881. സോ ഓൾമോസ്റ്റ് 2500 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് അതിൻ്റെ റേഞ്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഇന്നത്തെ ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി വന്നിട്ട് നമുക്കൊരു 4000, അതായത് US സെഷന് മുന്നേ ആയിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേഞ്ച് ആക്ച്വലി നമുക്ക് 4830 വരെയൊക്കെയാണ് ഒരു അപ്പ് സൈഡിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. സോ ബേസിക്കലി ഒരു സ്പൈക്കൊക്കെ ഉണ്ടാവാം, ഷാഡോസ് ഒക്കെ പോവാം. പക്ഷേ ബോഡി US മാർക്കറ്റ് തുറക്കുന്നത് വരെ 4830 വരെയൊക്കെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. സോ US മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ നമുക്ക് ഒന്നും കൂടെ 4830 അവിടെ ഒക്കെ കിട്ടുകയാണെങ്കിൽ 20 to 30 ഇടയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് 4670 മുകളിലായിട്ട് 4830 അവിടെയൊക്കെ കിട്ടുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് 4865 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് TP ഒരു 4760 വെച്ച് പോകുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ നേരെ നമുക്ക് ബൈ എൻട്രിയിലോട്ട് പോവുകയാണെങ്കിൽ 4700 അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. അവിടെ ഉറപ്പായിട്ട് ഒരു റീടെസ്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. 4670 താഴെ സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് 4780 അവിടെ ടേക്ക് പ്രോഫിറ്റ് വെക്കുക. ഓക്കെ, സോ ഈ രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് സേഫ് എൻട്രി ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. അതും US സെഷന് മുന്നേ ആയിട്ട്. US സെഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്കൂടെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഇറാനിൽ നിന്നോ US നിന്നോ വരുമോ എന്നും എനിക്കറിയില്ല. അങ്ങനെ വരാത്ത പക്ഷമാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, സോ 4830 അവിടുന്ന് സെല്ല്, 4700 അവിടുന്ന് ബൈ. ഈ രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഇന്ന് ഗോൾഡിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ GBP USD എടുത്തു കഴിഞ്ഞാൽ GBP USD നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, സോ GBP USD നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ GBP USD 1.3400 എവിടെയൊക്കെ നിൽക്കുകയാണ്. ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.3330 to 1.3500 ആണ് ഇന്നത്തെ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേഞ്ച്. ഓക്കെ, സോ ബേസിക്കലി നമുക്കൊരു ഒരു ബൈ എൻട്രി എനിക്ക് പറയാനായിട്ടുള്ളത് 1.3340 ഒക്കെ അവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 1.3280 താഴെ സ്റ്റോപ്പ് ലോസ് 1.3480 ഒക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. വേണമെങ്കിൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി പറയാനായിട്ടുള്ളത് 1.3500 ഒക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. 1.3570 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്, 1.3400 നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ USD വരാം. യൂറോ ബേസിക്കലി അപ് ട്രെൻഡായി.
USD. ഓക്കെ, താൽക്കാലികമായിട്ടെങ്കിലും. ഓക്കെ, സോ ബേസിക്കലി ഒരു ബുള്ളിഷ് ആണ് നമ്മൾ കാണുന്നത്. നമുക്കൊരു എന്താ പറയുക, കുറച്ചുകൂടെ താഴെ വീണ് കിട്ടിയാൽ 1.1672 നിൽക്കുന്നു മാർക്കറ്റ്. ഇന്നത്തെ റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത് 1.1620 to 1.1780 വരെയൊക്കെയാണ് ഇന്നത്തെ റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ബൈ സോൺ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു 1.1640 ഒക്കെ അടുത്ത് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് 1.1590 താഴെയായിട്ട് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ലോജിക്കാണ് കേട്ടോ അത്. ഓക്കെ, നിങ്ങളുടെ ലോജിക്കിലാണ് ടേക്ക് പ്രോഫിറ്റ് വെക്കേണ്ടത്. നമുക്ക് ഒരു 1.1800 ഒക്കെ അടുത്ത് പോകുമെന്ന് എനിക്കറിയില്ല. അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. 1.1840 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ലോജിക്കാണ്. എനിക്ക് പ്രത്യേകിച്ച് അതിനകത്ത് കമൻസ് ഒന്നും പറയാനില്ല. യൂറോയുടെ കാര്യത്തിനകത്ത് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് യൂറോയിലൊക്കെ ചെയ്യാനുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ കമൻസ് ഇല്ലെന്ന് പറഞ്ഞത്. ഓക്കെ, അവിടെ നമ്മൾ ഈ 1:1.5 റേഷ്യോ ഒക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ നേരെ നമ്മുടെ USD JPYയിലോട്ട് വരാം. USD JPYയിൽ 158.53 ഐ മീൻ ഇപ്പോൾ കറൻ്റ്ലി 158.36 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി നമുക്കൊരു എന്താ പറയുക, ഒരു ബെയറിഷ് മാർക്കറ്റാണ് ഇപ്പോൾ നമ്മുടെ USD JPYയിൽ പറയാനായിട്ടുള്ളത്. ഇന്നത്തെ റേഞ്ച് 157.80 to 160 ഇന്നത്തെ റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കൊരു ഒരു 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 ബൈ സോൺ എന്ന് പറയുന്നത് 158 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 157.40 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈ ചെയ്യാം. ഓക്കെ, സേഫർ എൻട്രി കുറച്ചുകൂടെ താഴെ കിട്ടുന്നതാണ് 157.50 അവിടെയൊക്കെയാണ് നമുക്ക് സേഫർ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ 157.50 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് 156.80 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് ടേക്ക് പ്രോഫിറ്റ് 158.80 അവിടെയൊക്കെ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, നമുക്കൊരു 159 റേഞ്ചിൻ്റെ അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 159, 189.2 റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. സ്റ്റോപ്പ് ലോസ് 160.10 അവിടെ സ്റ്റോപ്പ് ലോസ്. ടേക്ക് പ്രോഫിറ്റ് 157.90 അവിടെ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുക. ഓക്കെ, സോ എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള കാര്യം, ഇന്ന് ഓൾറെഡി ഗോൾഡ് 1500 പിപ്പോളം മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്നത്തെ മൂവ്മെൻറ്റും വളരെ വലുതാവാൻ പോസിബിലിറ്റി ഉണ്ട്. സ്റ്റോപ്പ് ലോസുകളൊക്കെ ഈസി ആയിട്ട് ഹിറ്റ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഇപ്പം ബേസിക്കലി എന്താ പറയുക, നമുക്ക് ഇന്ന് ലിക്വിഡിറ്റി ഗ്യാപ്സ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടാകും. സോ അങ്ങനെ ഉണ്ടാവുന്നതിലൂടെ എന്ത് സംഭവിക്കും, സ്ലിപ്പേജ് ഉണ്ടാവും. നമ്മൾ വേണ്ട സ്ഥലത്ത് നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ ഈ ഒരു ന്യൂസിൻ്റെ ഹാങ് ഓവറിലായിരിക്കും മാർക്കറ്റ്. സഡൻ ആയിട്ട് എന്തെങ്കിലും ഒരു ട്വീറ്റോ അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റോ US-ൻ്റെയോ ഇറാൻ്റെയോ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. ഓക്കെ, സോ ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളൊരു ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇന്നൊരു 0.5 ലോട്ടിൽ ട്രേഡ് ചെയ്യുക, 0.5 ലോട്ടിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, കാരണം മാർക്കറ്റ് ഹൈലി വോളറ്റൈലാണ്. സോ അതേപോലെ തന്നെ എന്താ പറയുക, മാർക്കറ്റിൽ അതേപോലെ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ആവാനായിട്ടുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. സോ ബേസിക്കലി എനിക്ക് പറയാനുള്ള ചെറിയ ലോട്ട് സൈസിൽ ചെയ്യുക, സ്റ്റോപ്പ് ലോസുകൾ 100% ഇടുക. കഴിവതും ഗോൾഡിൽ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് മാത്രം എടുക്കുക, അവിടെ കിട്ടിയാൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ മാറി നിൽക്കുക, കറൻസീസിൽ ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും, അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവേത് നിങ്ങൾ കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.